നമ്മളിവിടെ സമാധാനമായിട്ട് ജീവിക്കുകയല്ല. കൊടുക്കണം, അല്ലെങ്കിൽ ആ ഗേറ്റ് അങ്ങ് അടച്ചേക്കണം. അതാണ് മര്യാദ. അമ്മ വന്നേ. അങ്ങനെ പോവാൻ വരട്ടെ. എനിക്ക് വേണ്ടപ്പെട്ട ചില കാര്യങ്ങള് ഈ വീടിനകത്തുണ്ട്. നിങ്ങളൊക്കെ എത്ര നിഷേധിച്ചാലും എന്റെ അവകാശം തന്നെയാ. എന്താ അവകാശമാണ് നിനക്കുള്ളത്? ഇത്തിരില്ലാത്ത കുഞ്ഞിനെ വലിച്ചടിച്ചു പോയിട്ട് ഇപ്പൊ നീ അവകാശം പറയാൻ വന്നേക്കുന്നു. ഏയ്, ഞാൻ ഇയാളുടെ മകളെ കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞത്. അവളെ എനിക്ക് വേണ്ട. എനിക്ക് ഭാരമാകുന്ന കാര്യത്തെ ഞാനെന്തിനാ ജീവിതത്തിൽ സ്വീകരിക്കുന്നേ? പിന്നെ നിനക്ക് എന്താ വേണ്ടത്? അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. അതിൽ അമ്മയുടെ പേര് എന്റേതാ. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ജനനസമയത്ത് തന്ന മറ്റു രേഖകളും. കല്യാണി മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിനക്കെന്തിനാ? എനിക്കൊരു മോളുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് മതിയാകും. പക്ഷേ എനിക്കൊരു മകളെ ഇല്ലാന്ന് തെളിയിക്കാൻ ആ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ വേണം. പോയെടുത്തോണ്ട് വാ. അതൊന്നും ഇവിടെ ഇല്ല. എവിടെ പോയി? സ്വന്തം മകളെ പോലെ അവളെ വളർത്തുന്ന ഒരാള് അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കളയില്ലല്ലോ. ഈ വീട് മരത്തിനിടയിൽ ആൾക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടതോ അതോ നഷ്ടപ്പെടുത്തിയതോ? ഒരു സ്കൂളിലെ മുഖ്യാതിഥിയായി വന്ന എന്നെ നിങ്ങൾ ചെരുപ്പെടുത്തെറിഞ്ഞു. നാളെ വീണ് ഇതിനേക്കാൾ വളരും, ഇതിനേക്കാൾ വലിയ സ്വീകരണങ്ങളിൽ പങ്കെടുക്കും. അവിടെ വീണയുടെ മഹത്വം ആഘോഷിക്കുന്നവരുടെ മുന്നില് ഇവളൊരു കുഞ്ഞിന്റെ അമ്മയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വരും.